പാലക്കാട് ജില്ലയിലെ ഒരു പൈതൃക ഗ്രാമമാണ് കൽപ്പാത്തി. ഈ ഗ്രാമത്തിലെ ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായൊരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. കൽപ്പാത്തി പുഴയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് 700ഓളം വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. വാരണാസിയിലെ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം ദക്ഷിണ കാശി എന്നും തെക്കിൻ്റെ വാരണാസി എന്നും അറിയപ്പെടുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ച് വിവിധതരം സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു. കർണാടക സംഗീത കച്ചേരികൾ, ഭജനകൾ, നാമസങ്കീർത്തനങ്ങൾ, പരമ്പരാഗത കലാപരിപാടികൾ എന്നിവയെല്ലാം കാണാവുന്നതാണ്. ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണമായ രഥം വലി നടക്കുന്നത് അവസാന 3 ദിവസങ്ങളിലാണ്. കൽപ്പാത്തിയിലെ പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന രഥങ്ങൾ വിശാലാക്ഷി ക്ഷേത്രത്തിന് സമീപമുള്ള തെരുവിൽ ഒത്തുചേരുന്നു. പിന്നീട് എല്ലാം ചേർന്ന് ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു. തങ്ങളുടെ ഭക്തരെ കാണാൻ വർഷത്തിലൊരിക്കൽ ദേവന്മാർ രഥത്തിലേറി അഗ്രഹാര വീതിയിലൂടെ സവാരി നടത്തുമെന്നാണ് വിശ്വാസം. വളരെ മനോഹരമായി അലങ്കരിച്ച രഥങ്ങൾ കാണുന്നതിനു വേണ്ടിയും അത് വലിക്കുന്നതിനു വേണ്ടിയും ഒരുപാട് പേർ പല സ്ഥലങ്ങളിൽ നിന്നായി ഇവിടെ എത്തിച്ചേരുന്നു. ഉത്സവത്തിലെ അവസാന ദിവസത്തെ ദേവരഥ സംഗമം കാണുന്നതിനു വേണ്ടി ഒത്തിരി പേർ പല ഭാഗങ്ങളിൽ നിന്നായി എത്തിച്ചേരുന്നു. വർഷങ്ങൾക്ക് മുൻപ് തഞ്ചാവൂരിൽ നിന്നും കുടിയേറിപ്പാർത്ത തമിഴ് ബ്രാഹ്മണരാണ് കൽപ്പാത്തിയിൽ താമസിക്കുന്നത്. പ്രധാനമായും 4 അഗ്രഹാരങ്ങളാണ് കൽപ്പാത്തിയിലുള്ളത്: ചാത്തപുരം, ഗോവിന്ദരാജപുരം, പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അഗ്രഹാരങ്ങളിലൊന്നാണിത്. ഉത്സവത്തോടനുബന്ധിച്ച് അഗ്രഹാര വീഥികളെല്ലാം തെരുവ് കച്ചവടങ്ങൾ കൊണ്ടും ആളുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്.